ഹായ് ഫ്രണ്ട്സ്, റാബ്സ് ക്രിയോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 8 2026 ഇന്ത്യ വാസ് ന്യൂസിലാൻഡ് T20 വേൾഡ് കപ്പ് ഫൈനൽ. ഈ വേൾഡ് കപ്പിൽ ഓരോ മലയാളിക്കും ഒരു എക്സ്ട്രാ ഒരു ആവേശമുണ്ട്. അതിന് കാരണം വേറെ ആരുമില്ല, സഞ്ജു സാംസൺ. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 മാച്ചിൽ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ആ ഫസ്റ്റ് മാച്ചിൽ തന്നെ അദ്ദേഹം ആ കളി ജയിപ്പിച്ചപ്പം എനിക്കൊരു വേൾഡ് കപ്പ് കിട്ടിയ ഒരു ഫീല് കിട്ടി. അതായത് പണ്ട് മെസ്സി കപ്പടിച്ചപ്പോൾ, അല്ലെങ്കിൽ സച്ചിൻ ആ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ആ കിട്ടിയൊരു ഫീലാണ് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഇത്തവണ സഞ്ജു സാംസൺ ആ ഫസ്റ്റ് കളി, അതായത് നമ്മുടെ ആ നോക്കൗട്ട്, അതായത് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആ മാച്ചിൽ അടിച്ച് ജയിപ്പിച്ചപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അത് എക്സ്ട്രാ ഓർഡിനറി ഫീലാണ് എനിക്ക് തോന്നിയത്. 2015 അദ്ദേഹം ഫസ്റ്റ് T20 മാച്ച് കളിക്കുന്നത്. അന്ന് മുതൽ ഈ 2026 ഈ സമരം എടുക്കുമ്പോൾ ഈ 11 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2026 വേൾഡ് കപ്പ് കളിക്കാൻ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ കാരണക്കാരിൽ പ്രധാന ഒരാൾ വേണമെങ്കിൽ 1ാം സ്ഥാനം തന്നെ കൊടുക്കാം, അത് സഞ്ജു സാംസൺ തന്നെയാണ്. അതായത് പ്ലെയർ ഓഫ് ദ സീരീസ് എന്ന വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കാനായിട്ട് സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ. അതായത് ഇത്തവണ ആൾക്കാർ വോട്ടുകളിലൂടെയാണ് ഏറ്റവും മികച്ച പ്ലെയർ ഓഫ് ദ സീരീസിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിലാകെ സഞ്ജു മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്താണ്? 10 വർഷം മുന്നേ സഞ്ജുവിനോട് അച്ഛൻ ചോദിച്ചു, അതായത് 10 വർഷം മുന്നേ ചോദിച്ചു, അടുത്ത 10 വർഷം കഴിയുമ്പോഴേക്കും സഞ്ജു എന്താണ്, സഞ്ജുവിനെ പറ്റി ഉള്ള ഒരു ധാരണ എന്താണ്? സഞ്ജുവിൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ഒരു ധാരണയുണ്ട് എന്താണ് സഞ്ജുവിൻ്റെ എന്ന്. അപ്പോൾ സഞ്ജു പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ 10 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാന ഒരു കളിക്കാരനായിട്ട് സഞ്ജു മാറണം. സത്യം പറയാലോ, സഞ്ജു മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോന്ന് എത്ര ആൾക്കാരുടെ പല പല അവഗണനകളും പല പല കുറ്റങ്ങളും, എന്താ പറയുക, ഇവൻ സൂര്യകുമാർ യാദവ് വരെ അവസാനം ഒരു ചെറിയ പുച്ഛത്തോടെയൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്, ഞാൻ അഭിഷേക് ശർമ്മയെ മാറ്റണോ അല്ലെങ്കിൽ തിലക് വർമ്മയെ മാറ്റണോ എന്നൊക്കെ കാര്യം. പക്ഷെ ഇപ്പം എന്താണ്, അദ്ദേഹം തന്നെ ക്യാപ്പ് ഊരി വണങ്ങേണ്ട അവസ്ഥ വന്നു. അതാണ് സഞ്ജുവിൻ്റെ റേഞ്ച്. അതായത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, അദ്ദേഹം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സഞ്ജു ഈ ലെവലിൽ എത്തിപ്പെടാൻ കാരണം. ഇത് നമ്മളെല്ലാവർക്കും, ഓരോരോ മലയാളികൾക്ക് ഒരു അഭിമാന നിമിഷമാണ്. നമുക്കിതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുള്ളൊരു എൻ്റെ നാക്ക് അത്ര വഴങ്ങത്തില്ല, സത്യം പറയാലോ, അത്ര വഴങ്ങത്തില്ല. പക്ഷെ എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനങ്ങ് പറയാം. ബാക്കിയൊക്കെ വെറുതെ വെച്ച് കാണാനേ, അങ്ങനെ വേറെ മോശമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. പറ്റുന്ന കാലത്ത് അങ്ങ് പറയാണ്, പറ്റുന്ന പോലെ പറയാണ്. അപ്പോൾ ഇതിൽ തെറ്റിയിട്ടുള്ളവ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് സദയം പൊറുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നമുക്ക് കാണാം. ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഗൈസ്.